ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് നമ്മൾ തൃക്കാർത്തികയെ കുറിച്ചിട്ടാണ്. തൃക്കാർത്തിക എന്ന് പറയുമ്പോൾ വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലാണ് തൃക്കാർത്തിക ആഘോഷം കൊണ്ടാടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മലയാള മാസത്തിൽ നമ്മുടെ ഹിന്ദുമത ആചാരപ്രകാരം മലയാള മാസത്തിൽ പ്രാധാന്യമുണ്ട് ഈ വൃശ്ചിക മാസത്തിന് അല്ലേ. കാരണം ഭക്തിയുടെയും ചിട്ടകളുടെയും എല്ലാം ഒത്തൊരുങ്ങിയ അല്ലെങ്കിൽ ഒത്തൊരുമിച്ച് വരുന്ന ഒരു മാസമാണ് വൃശ്ചിക മാസം കേട്ടോ. എല്ലാ മലയാള മാസം നമുക്ക് പ്രാധാന്യമുണ്ട്. എല്ലാ മലയാള മാസത്തിലും നമുക്ക് കാർത്തിക നാൾ വരുന്നുണ്ട്. പക്ഷേ എല്ലാ മലയാള മാസത്തിനും പ്രത്യേകതകൾ ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് വൃശ്ചികത്തിന് ഒരു പ്രത്യേകത കൂടും. കാരണം മണ്ഡലമാസമല്ലേ, 41 ദിവസം വ്രതം കാര്യങ്ങളൊക്കെ ആയിട്ടും ശബരിമലയ്ക്ക് നോൽക്കുന്നതും അതുപോലെ അടുക്കും ചിട്ടയും രാവിലെയുള്ള കുളിയും നാമജപങ്ങളും ശരണം വിളികളും എല്ലാം കേട്ടുകൊണ്ട് അല്ലേ വൃശ്ചിക മാസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൃശ്ചിക മാസത്തിലെ കാർത്തികയ്ക്കും പ്രാധാന്യമുണ്ട്. തൃക്കാർത്തിക എന്നാണ് വൃശ്ചിക മാസത്തിലെ കാർത്തികയ്ക്ക് പറയുക. അതെന്താ വെച്ചാൽ നമ്മുടെ മഹാലക്ഷ്മി ദേവിയുടെ ജന്മദിനമാണ് ഈ വൃശ്ചിക മാസത്തിലെ കാർത്തിക എന്ന് പറയുന്നത്. അപ്പോൾ ആ ജന്മദിനം നമ്മളെല്ലാവരും കൊണ്ടാടുകയാണ്. അതുപോലെ തന്നെ പാലാഴി മദന സമയത്തും അമൃതകുംഭമായിട്ട് നമ്മുടെ മഹാലക്ഷ്മി ദേവി പൊന്തി വന്നത് എങ്ങനെയാണ്? ഐശ്വര്യമായിട്ടാണ്. അപ്പോൾ അതുപോലെ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഐശ്വര്യവും സമാധാനവും അതുപോലെ സമ്പത്തും ഒക്കെ നിറയാനും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സുഖം അതായത് സമാധാനമൊക്കെ വരാനും നമ്മൾ തൃക്കാർത്തിക നമ്മൾ ആഘോഷിക്കുകയാണ് അല്ലേ. അപ്പോൾ തൃക്കാർത്തിക എന്ന് പറയുമ്പോൾ നമ്മൾ വിളക്ക് വെപ്പാണ് പ്രധാനം. അപ്പോൾ പണ്ട് കാലങ്ങളിൽ തൃക്കാർത്തിക ദിവസം നമ്മൾ നിലവിളക്കുകളാണ് പണ്ട് കാലത്ത് വീടുകളിൽ അധികമായിട്ടുണ്ടായിരുന്നത്. അന്നൊന്നും ഇത്ര ചരാതുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിലവിളക്കുകളൊക്കെ ഉമ്മർത്തൊക്കെ കത്തിച്ച് വെക്കും. അതുപോലെ തന്നെ ഉമ്മർത്തുനിന്ന് താഴേക്ക് സ്റ്റെപ്പുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പടിക്ക് സ്റ്റെപ്പുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ മുറ്റത്തുനിന്ന് നമ്മൾ പടി വരെ നമ്മൾ വിളക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വാഴയുടെ പോളുണ്ടല്ലോ, അതായത് ഉണ്ണിപ്പിണ്ടി എടുക്കുന്നതിന് മുൻപ് എടുക്കുന്ന പോള, ആ പോളയിൽ എണ്ണയൊഴിച്ചിട്ട് തിരിയിട്ടിട്ട് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെക്കുന്ന ഒരു കാലങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ എല്ലാവരും ചിരാതുകൾ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ പോളിൽ നിന്ന് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്നിപ്പോൾ കാലങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് ഓരോന്നും അല്ലേ ഉപയോഗങ്ങൾക്ക് നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിരാതുണ്ട്. എന്താണെങ്കിലും തൃക്കാർത്തിക ദിവസം എല്ലാവരും ആഘോഷമായിട്ട് കൊണ്ടാടും. ഈ വർഷം 2025 തൃക്കാർത്തിക വരുന്നത് ഡിസംബർ 4 വ്യാഴാഴ്ചയാണ്, അതായത് നാളെയാണ്. പക്ഷെ നമ്മൾ കേരളീയരാണ് ഈ 4-ാം തീയതി നമ്മൾ തൃക്കാർത്തിക കൊണ്ടാടുന്നത്. കാരണം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കാർത്തിക നാളും പൗർണമി നാളും ഒന്നിച്ച് വരുന്ന ദിവസമാണ് തൃക്കാർത്തികയായിട്ട് കൊണ്ടാടുന്നത്. പക്ഷെ തമിഴ്നാട്ടിലൊക്കെ ഇന്ന് തൃക്കാർത്തികയാണ്, അവരിന്ന് എടുക്കും. കാരണം അവർ കാർത്തിക നാൾ തുടങ്ങുന്നതാണ് തൃക്കാർത്തിക ആഘോഷമായിട്ട് തുടങ്ങുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം തമിഴ്നാട്ടിലൊക്കെ കാർത്തികാഘോഷം തുടങ്ങുകയാണ്. നമ്മൾ നാളെയാണ് ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ തൃക്കാർത്തിക എന്ന് പറയുമ്പോൾ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിളക്കുകൾ നമ്മൾ കൊളുത്തി വെച്ച് ഭഗവതിയെ വരവേൽക്കുകയാണ്. അപ്പോൾ ഭഗവതിയെ വരവേൽക്കാനായിട്ടാണ് നമ്മൾ തൃക്കാർത്തിക ആഘോഷിക്കുന്നത്. അതായത് മഹാലക്ഷ്മിയാണ് വരുന്നത് നമ്മുടെ വീടുകളിലേക്ക്. മഹാലക്ഷ്മി വരുമ്പോൾ ആ മഹാലക്ഷ്മി ഭഗവതിയെ നമ്മൾ എതിരേൽക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ മഹാലക്ഷ്മി സമ്പത്തും അതുപോലെ ഐശ്വര്യവും കൊണ്ടിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ മഹാലക്ഷ്മിയെ എതിരേറ്റ് നമ്മുടെ വീട്ടിൽ കുടിയിരുത്തുകയാണ്. അങ്ങനെ കുടിയിരുത്തി കഴിഞ്ഞാൽ ഈ ഒരു വർഷക്കാലം, അതായത് അടുത്ത തൃക്കാർത്തിക വരുന്നത് വരേക്കും നമുക്ക് മഹാലക്ഷ്മി നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ അടുത്ത തൃക്കാർത്തിക്കും ഇതുപോലെ തന്നെ നമ്മൾ ഭഗവതിയെ വരവേൽച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സാമ്പത്തികവും അതുപോലെ തന്നെ ഐശ്വര്യവും നിറയും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മഹാലക്ഷ്മിയെ വരവേൽക്കാനായിട്ട് അല്ലെങ്കിൽ തൃക്കാർത്തികയ്ക്ക് പ്രാധാന്യത്തിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വീടും പരിസരമൊക്കെ നല്ലതുപോലെ ശുദ്ധിയായി അടിച്ച് തെളിച്ച്, അതായത് മുറ്റക്കടിച്ച് വാരി വീടിനുള്ളിലും ഒക്കെ നമ്മൾ അടിച്ച് തുടച്ച് വൃത്തിയാക്കി നമ്മൾ ദിവസം ചെയ്യില്ല എന്നല്ല പറയുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ വേണ്ടാത്ത വസ്തുക്കളൊക്കെ, അതായത് നമ്മൾ ഉപയോഗിക്കാത്ത വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ വസ്തുക്കളെല്ലാം അടിച്ചു കൂട്ടി കത്തിച്ച് കളയുക. അതായത് ഇന്ന് ചെയ്യുക. അങ്ങനെ കത്തിച്ച് കളഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മുടെ പകുതി നെഗറ്റിവിറ്റി അങ്ങനെ പോകും അല്ലേ, പോസിറ്റിവിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിച്ച സാധനങ്ങൾ വെച്ചാൽ പിന്നെ അത് വീട്ടിൽ വെറുതെ വെച്ചിട്ട് നമ്മളത് നെഗറ്റിവിറ്റി കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കാത്ത സാധനങ്ങളാണ് നമ്മൾ തീരുമാനിച്ച് അതെല്ലാം നശിപ്പിക്കുക. അതുപോലെ തന്നെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക. ഇന്നൊന്നും ഇപ്പോൾ ചാണകവെള്ളം അടിച്ച് തെളിക്കാനൊന്നും പറ്റില്ല, എന്നാലും നമ്മൾ മുറ്റക്കടിക്കുക, അതുപോലെ വീടും പരിസരമൊക്കെ അടിച്ച് വൃത്തിയാക്കുക, മാറാലൊക്കെ തട്ടുക. വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്ന സമയത്ത് വിളക്ക് വെച്ചതിന്
കത്തിച്ചതിന് ശേഷം ആ വിളക്കിൽ നിന്നും നമ്മൾ തിരി കൊണ്ട് മറ്റൊരു വിളക്ക് അല്ലെങ്കിൽ ചിരാതോ കത്തിച്ചിട്ട് മറ്റുള്ള എല്ലാ ചിരാതകളും അങ്ങനെ കത്തിക്കുക. അപ്പോൾ വീടിന് ചുറ്റും അല്ലെങ്കിൽ വീടിൻ്റെ മുൻപിലും അല്ലെങ്കിൽ പുറത്ത് നമ്മൾ മതിലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതുപോലെ ചിരാതിൽ അല്ലെങ്കിൽ വിളക്ക് വെക്കുക എന്നതാണ് ഈ സങ്കല്പം പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ദേവിയുടെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പം ഒരു അമ്പലത്തിൽ എങ്ങനെയാണോ ചുറ്റുവിളക്ക് നടത്തി ദീപങ്ങൾ കത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളും ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആഘോഷിക്കുന്നത് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഐശ്വര്യവും അതുപോലെ തന്നെ സമ്പത്തും ഉന്നതിയും മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ നമ്മുടെ ഹിന്ദുമത ആചാരപ്രകാരം നമ്മൾ വിശ്വസിക്കുന്നത്. വിശ്വാസങ്ങളാണല്ലോ നമ്മുടേതെല്ലാം. അപ്പോൾ ആ വിശ്വാസങ്ങളിലെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളത് ചിട്ടയായിട്ട് കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഈ ദിവസം നമ്മൾ മത്സ്യമാംസങ്ങളൊന്നും ഉപയോഗിക്കേണ്ട, അതായത് നോൺ വെജ് ഒന്നും കഴിക്കേണ്ട കേട്ടോ. കാരണം ഭഗവതിയുടെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ അതനുസരിച്ച് വേണമല്ലോ പെരുമാറാനായിട്ട്. അപ്പോൾ കുളിച്ച് ശുദ്ധിയാവുക. അതുപോലെ തന്നെ നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ വീടും പരിസരവും എല്ലാം നമ്മൾ ശുദ്ധിയാക്കുക അല്ലേ. അപ്പോൾ ഞാൻ മുന്നേ എപ്പോഴും നിങ്ങളോട് പറയാറുള്ള പോലെ മനസ്സാണ് എന്തിനും പ്രാധാന്യം. അപ്പോൾ ആ മനസ്സിൽ നമ്മൾ ദുഷിച്ച ചിന്തകൾ അല്ലെങ്കിൽ ആരുടെങ്കിലും നമുക്ക് ശത്രുത കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കളയാം അല്ലേ. ഇതോടുകൂടി കളയുക. അതുപോലെ തന്നെ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുക. കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരം ശുദ്ധിയായി. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. നമ്മൾ ഇതുപോലെ നിലവിളക്കുകൾ കത്തിക്കുക, ചിരാതകൾ കത്തിക്കുക, അല്ലെങ്കിൽ ദീപം തെളിയിക്കുക കേട്ടോ. ദീപം തെളിയിക്കുക. അങ്ങനെ തെളിയിച്ച് നമ്മുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മിയെ നമ്മൾ വരവേൽക്കുന്നതിന് ശേഷം നമ്മളിതുപോലെ നമ്മുടെ മനസ്സും ശരീരവും വീടൊക്കെ ഒരുപോലെ ശുദ്ധിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹാലക്ഷ്മിയെ നമ്മുടെ വീട്ടിൽ കുടിയിരുത്താനായിട്ട് നമുക്ക് കഴിയും. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വർഷം വരെയും ഈ മഹാലക്ഷ്മി നമ്മോടൊപ്പം ഉണ്ടാവും. ഇതുപോലെ തന്നെ ചിട്ടയായിട്ട് പോകണം കേട്ടോ. അങ്ങനെ മഹാലക്ഷ്മി നമ്മുടെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ അടുത്ത വർഷം തൃക്കാർത്തികയ്ക്ക് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സമാധാനവും സാമ്പത്തികവും എല്ലാം നമുക്ക് എന്നും നിലനിൽക്കും ചെയ്യും. നമുക്ക് സമാധാനം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സും ശരീരമൊക്കെ ശുദ്ധമായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തനിയെ ഉയർച്ചയും ഉണ്ടാകും. അവർക്കും തൃക്കാർത്തിക ആശംസകൾ. എല്ലാവരും ഇതുപോലെ തൃക്കാർത്തിക ആഘോഷിക്കാൻ സാധിക്കട്ടെ, എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ ഏതെങ്കിലും ദേവീക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുമെങ്കിൽ രാവിലെയും നമ്മളൊന്ന് കുളിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ വൈകിട്ടും നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ. അപ്പോൾ തൃക്കാർത്തിക ആഘോഷിക്കാനായിട്ട് എല്ലാവരും ചടങ്ങുകൾ തുടങ്ങിക്കോട്ടെ. അപ്പോൾ ഞാനും ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.